നാളെ ന്യൂ ഇയർ അല്ലേ, നമുക്കൊരു വെറൈറ്റി പിടിച്ചാലേ. ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യമുള്ള ഞെട്ടിക്കൽ ബിരിയാണി, ഒരു 1.5 ഞെട്ടിക്കൽ ബിരിയാണി നിങ്ങൾക്ക് തരാൻ പോവാണ്. ഞെട്ടാൻ താല്പര്യമില്ലാത്ത ഒരാളും എന്റെ വീഡിയോ കാണണ്ട. ഒരു വലിയ സംഭവം ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകണം. പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റിഹാൻ ഗാന്ധി മുസ്ലിം ആവാൻ തീരുമാനിച്ചു. മുസ്ലിം ആകുമെന്ന് എനിക്കറിയില്ല. നാളെ തുടക്കത്തിൽ പറയാണ്, ഈ വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ആരും കാണരുത്. ഈ വാടകസുനിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻ നമ്മുടെ മുഖത്ത് വരണ ആ ഒരു ഭാവനയൊക്കെ ഞെട്ടിക്കാൻ പോകണം. 1.5 ഞെട്ടിക്കൽ ബിരിയാണിയാണ്. രാജസ്ഥാനിലെ റത്തംബോർ എന്ന് പറയുന്ന ഒരു സുഖവാസ സ്ഥലമുണ്ട്. സുരൻ വില്ല എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ച് പ്രിയങ്കയുടെയും റോബർട്ട് വാദ്രയുടെയും മകൻ റെയ്ഹാൻ ഗാന്ധി, റെയ്ഹാൻ റോബർട്ട് വാദ്ര, ഇപ്പൊ വാദ്രയെ മാറ്റി ഗാന്ധി വിവാഹ നിശ്ചയം നടക്കുകയാണ്. വധുവിന്റെ പേര് അവിബ ബൈക്ക്. ഏത് ബൈക്കാണ്? ഹീറോ ഹോണ്ട അവിബ ബൈക്ക്. അവിബ ബൈക്ക്. അച്ഛന്റെ പേര് ഇമ്രാൻ ബൈക്ക്. അച്ഛന്റെ പേരാണ് ഇമ്രാൻ ബൈക്ക്. ഇതിനകത്തിപ്പോ ഉള്ള വിഷയം എന്ന് പറയാ, നാളെ 1-ാം തീയതിയായിട്ട് ലോൺ അടക്കാനുള്ള സുരേഷ്, ജോസഫ്, അതുപോലെ തന്നെ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള അബ്ദുള്ള നാളെ 1-ാം തീയതിയാണ്. ഒറ്റൊരുത്തനും പണിക്ക് പോകുന്നില്ല. ഒരാൾക്കും പണി. കാരണം ഇമ്രാന്റെ മകൾ ഈ ബൈക്കുണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ ഗാന്ധി ഇവർ വിവാഹം കഴിക്കാൻ പോകണം. പണിക്ക് ഒറ്റൊരുത്തം പണിക്ക് പോകത്തില്ല 1-ാം തീയതി. എങ്ങനെ പണിക്ക് പോകണം? ഇത് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. വയറ്റിൽ നിന്ന് പോകാൻ ചാൻസ് കുറവാ. തിളച്ചു പറഞ്ഞിട്ടെ ബാക്കി കേൾക്കട്ടെ എന്തൊക്കെ നടക്കുമെന്ന് അറിയാമല്ലോ നാളെ. അദ്ദേഹം ആയുർവേദ ഒരു കോസ്മെറ്റിക് ഉൽപ്പന്നമൊക്കെ ഉള്ള അങ്ങനെയാണെങ്കിൽ വിഷയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വിഷയമാണ്. ഉണ്ടാക്കുന്ന ഒരു പ്രശസ്തമായ കമ്പനിയുണ്ട്, ഫോറസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്ന ആയുർവേദ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന. നരച്ചു നോക്കിയേ, ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നുണ്ട്. ചർച്ചയാണ്. അദ്ദേഹം വാടകസുനിൽ ചർച്ച ചെയ്യാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നു. ഏതൊരു ബൈക്ക്. വാപ്പയുടെ പേര് ഇമ്രാൻ എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടണം. ഒരു വിഷയമാണിത്, വലിയ വിഷയം നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് തമാശയാകും. കമ്പനിയുടെ ഉടമസ്ഥരാണ്. അമ്മയുടെ പേര് നന്ദിത ബേഗ്. അമ്മ സിഖുകാരിയാണ്. മുസ്ലിമായിട്ട് ജീവിക്കുന്നു. അവിടെ സിഖുകാരാണ് ഇപ്പൊ മുസ്ലിമായിട്ട്. അപ്പൊ കണ്ടന്റതാണ് അതാണ്. ഞെട്ടണം. വെറുതെ ഇരിക്കാതെ ഞെട്ടണോ. ഞെട്ടിക്കൽ ബിരിയാണി അല്ലേ. മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ്. മോതിരം മാറ്റം ഇന്നലെ ഡിസംബർ 29 നടന്നു. ഒറ്റ മാധ്യമത്തിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അത് കാണിക്കാൻ പറ്റത്തില്ല. ഒറ്റ മാധ്യമത്തിൽ വന്നിട്ടില്ല. വളരെ മോശമല്ലേ. ഒറ്റ മാധ്യമത്തിൽ വാർത്ത വന്നിട്ടില്ല. എടാ, ഈ 24-ാമത്തെ മണിക്കൂറിലും ഈ അർദ്ധരാത്രിയിലും വാടകസുനിൽ കഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ മറ്റേ അയൽക്കൂട്ടത്തിലും അതുപോലെ തന്നെ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ചില പെണ്ണുങ്ങൾ ഇരുന്ന് പരദൂഷണം പറയുന്ന പോലെ ഈ വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ ഇതുപോലെ പരദൂഷണം പറയാൻ കിട്ടിയിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ വാടകസുനിൽ. അപ്പോ നാളെ രത്തംപൂരില് സുരൻ വില്ലയിൽ വെച്ച് ഔദ്യോഗികമായ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടക്കും. 2 കുടുംബങ്ങളും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ നാളെ സുരേഷും ജോസഫും അബ്ദുള്ള ഒന്നും പണിക്ക് പോകരുത്. ഇത് വിഷയമാണ്. രാജ്യത്തിന്റെ സമാധാനത്തിന്റെ സന്തുലിതാവസ്ഥ തകരാൻ പോവാണ്. എന്തോ ഒന്ന് വരാൻ പോവാണ് ഈ വിവാഹത്തോടു കൂടി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതിയിരുന്നോളി. പഠിച്ചവരാണ്. ഇപ്പം ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. 2000 ജോസഫ്, സുരേഷ്, ബിലാൽ, അബ്ദുള്ളക്ക് ഡേറ്റ് ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് ഒരു പണിയില്ലെങ്കിൽ ഡേറ്റ് ഓർത്ത് വെച്ചോ. ഈ വിവാഹത്തിന് ഡേറ്റ് ഓർത്ത് വെക്കൽ വളരെ അനിവാര്യമാണ്. നിങ്ങൾ ഇനി എന്ത് ഓർത്ത് വെച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ഫോൺ നമ്പർ ആണെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ ആണെങ്കിലും നിങ്ങളുടെ ഒരു നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഈ വിവാഹത്തിന്റെ ഡേറ്റ് ഓർത്ത് വെച്ചോണം. ഓഗസ്റ്റ് 29-നാണ് റെയ്ഹാൻ ഗാന്ധി, റെയ്ഹാൻ റോബർട്ട് വാദ്ര. അപ്പൊ റെയ്ഹാൻ ഗാന്ധി എന്ന് പറയാം, അങ്ങനെ ആവുമല്ലോ. അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് 29 വയസ്സ്, 25 വയസ്സുണ്ട്. ഈ പെൺകുട്ടിയും ഏതാണ്ട് 25 വയസ്സുണ്ട്. അവരെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. ഈ സോണിയാഗാന്ധിയുമായി അമ്പടാ. ഇനി നമ്മൾ പറയണം, ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണെന്ന് ഇവർ രണ്ടുപേരും. ഇത് ഏതെങ്കിലും ഒരു മാധ്യമം പുറത്തു വിട്ടാ. ഇമ്രാന്റെ മകൾ ഈ ബൈക്കും എന്താ ചെയ്യാനെന്ന് പറ. പ്രിയങ്ക ഗാന്ധിയുടെ മകനും ഇവർ ഒന്നിച്ചൊരു സ്കൂളിൽ പഠിച്ചാണെന്ന്. ഇത്രയും ഗൗരവപരമായ ഒരു വിഷയം നടന്നിട്ട് ഒരൊറ്റ മാധ്യമങ്ങൾ, നട്ടലുള്ള ഒരു മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ട ഈ വാർത്ത പുറത്തുവിടാൻ ആകെ താല്പര്യം കാണിച്ചതേ ആയിരിക്കും. ഈ മനുഷ്യൻ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കടാ. ആ നിഷ്കളങ്കമായ മുഖത്താ ഇരിപ്പ് കണ്ടടാ. കണ്ട ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിരിക്കുന്നത്. ആ ഇരിപ്പ് കണ്ടടാ. എന്തൊരു ചൈതന്യം ഉണ്ടടാ. ഞാൻ ഇവിടുത്തെ ഒറ്റ മാധ്യമങ്ങൾക്ക് ധാർമ്മികതയില്ല. ഇവർ രണ്ടുപേരും ഒരു സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടും നിങ്ങൾ ഒറ്റൊരുത്തന്നെ ഇത് പുറത്തുവിട്ടില്ല. നിങ്ങളൊന്നും ഒരു താല്പര്യമില്ല. എനിക്ക് ഒരൊറ്റ മാധ്യമങ്ങളുണ്ട്. ഞാൻ പോവാണ്.